ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ് നോക്കാം. പേര് പോലെ തന്നെ നമുക്കറിയാം, ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? അവർ പരസ്പരം മീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പി ഒരു എ എന്നുള്ള ഒരു വെക്ടർ ആണ്, ഇത് ബി എന്നുള്ള വെക്ടർ ആണെങ്കിൽ അവർ ഇന്റർസെക്ട് ചെയ്യുന്ന 90 ഡിഗ്രി ഓഫ് ആംഗിൾ ആണ് അല്ലെ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന 90 ഡിഗ്രി ഓഫ് ആംഗിൾ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം? എപ്പോഴും നമുക്ക് ഫിഗർ വരച്ചിട്ട് ഒരു ആംഗിൾ 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അല്ലെ, രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ, പ്രത്യേകിച്ച് നോൺ സീറോ വെക്ടേഴ്സ്, കാരണം എന്താണ്? ഏതെങ്കിലും ഒരു വെക്ടർ സീറോ വെക്ടർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആവും അല്ലെ? അപ്പോൾ ഏതെങ്കിലും രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് കിട്ടുകയാണ്, അവർ ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താണ്? അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ? രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ നമുക്ക് അവർ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയാം. ഇനി ഓർത്തോഗണൽ ആണെങ്കിൽ അവരെ എ ഡോട്ട് ബി എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ട് വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, എ എന്നുള്ള വെക്ടറും ബി എന്നുള്ളൊരു വെക്ടറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരും ഓർത്തോഗണൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? രണ്ടും നോൺ സീറോ വെക്ടർ ആണ്, അതുകൊണ്ട് നമുക്ക് അറിയില്ല ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഓർത്തോഗണൽ ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഫസ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ്? -3i അല്ലെ, -j+4k ആണ്. ഇനി ഡോട്ട് നെക്സ്റ്റ് വെക്ടർ ആരാണ്? 2i + 14j+5k ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു അല്ലെ? -3 2 പരസ്പരം മൾട്ടിപ്ലൈ, അപ്പൊ -3 × 2 പ്ലസ് ഇവിടെ ജെയുടെ കമ്പൗണ്ട് കോഎഫിഷ്യന്റ് ആരാണ്? -1 ആണ്, ഇൻറ്റു ഇവിടെ ജെയുടെ കമ്പൗണ്ട് 14 ആണ്, പ്ലസ് ഇവിടെ കെയുടെ കമ്പൗണ്ട് 4 ആണ്, അടുത്ത് ഇവിടെ 5 ആണ്. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × -3 -6 ആണ് വരുന്നത്. 1 × -14 എന്ന് പറഞ്ഞാൽ -14 അല്ലെ? ഇവിടെ 4 × 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. -6 -14 എന്ന് പറഞ്ഞാൽ -20 +20 പറയുമ്പോൾ ആൻസർ എന്താണ്? 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore A and B are എന്ന് പറയാം ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയാം അല്ലെ? അവർ മീറ്റ് ചെയ്യുന്ന 90 ഡിഗ്രി ഓഫ് ആംഗിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എക്സാമിന് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് കാണിച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്താന്ന് നോക്കാം അല്ലെ? ആ പേര് പോലെ തന്നെ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള, നേരത്തെ പറഞ്ഞു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഓർത്തോഗണൽ ആണ്. പക്ഷെ രണ്ട് വെക്ടറുകൾ നമുക്ക് തരുമ്പോൾ അവർ ഏത് ആംഗിളിലാണ് ഇൻ ബിറ്റ്വീൻ മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അല്ലെ? നമുക്ക് വരച്ചു നോക്കി കണ്ടുപിടിക്കാനും കഴിയില്ല. അപ്പോ അല്ലെ, അത് ടഫാണ്. അപ്പൊ നമുക്ക് എന്താണ് അതിനായിട്ട് വല്ല ഫോർമുല ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ സെക്കൻഡ് ഒരു ഡെഫിനേഷൻ പറഞ്ഞിരുന്നു, ഡോട്ട് പ്രൊഡക്റ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ നമ്മൾ രണ്ടാമതൊരു ഡെഫിനേഷൻ കൂടി പറഞ്ഞിരുന്നു. എന്താണ്? എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറഞ്ഞിരുന്നത്? ഫസ്റ്റ് വെക്ടറിന്റെ നോം ഇൻറ്റു സെക്കൻഡ് വെക്ടറിന്റെ നോം ഇൻറ്റു കോസ് തീറ്റ, ഇങ്ങനെ ഒരു ഫോർമുല പറഞ്ഞിരുന്നു അല്ലെ? ഈ തീറ്റ ആരായിരുന്നു? തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എന്താണ്? എ ആൻഡ് ബി ആണ് അല്ലെ? രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഈ ചോദ്യം എന്താണ്? ഇതേ ചോദ്യം തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്? എയും ബിയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ പ്രകാരം തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് തീറ്റ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നും കണ്ടുപിടിച്ച് നോക്കാം അല്ലെ? എ ഡോട്ട് ബി എന്താണ് അല്ലെ? നമുക്ക് ഇവിടെ ചെയ്യാം. എ ഡോട്ട് ബി എന്താ വരുന്നത്? എ ഡോട്ട് ബി ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വരുന്നത് അല്ലെ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 1 ആണ് അല്ലെ? ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റും കൂടി യൂസ്ഡ് ആവും അല്ലെ? -1 5 1 അല്ലെ? ഇനി എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? നമ്മൾ പരസ്പരം കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × -1 എന്ന് പറഞ്ഞാൽ -2 അല്ലെ? പിന്നെ 3 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +15 അല്ലെ? 1 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 1 അല്ലെ? ഇപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എത്രയായിരുന്നു വരുന്നത്? 16 - 14 അല്ലേ ആൻസർ വരുന്നത്
അല്ലെ. എ ഡോട്ട് ബി വരുന്നത് നമുക്ക് 14 ആണ്. ഇനി നോം എന്താണ് വരുന്നത്? നോമിയൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാഗ്നിറ്റ്യൂഡ് ആണ്, എ എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നോമി. റൂട്ട് ഓഫ് അല്ലെ, റൂട്ട് ഓഫ് എന്താ വരുന്നത്? എ എന്നുള്ള വെക്ടർ നോക്കുക, എ എന്നുള്ള വെക്ടറിന്റെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ അല്ലേ, അതായത് 2 സ്ക്വയർ അല്ലെ. പിന്നെ ജെയുടെ 3 ആണ്, 3 സ്ക്വയർ പ്ലസ് എയുടെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഉണ്ടെന്നല്ലേ അർത്ഥം, 1 സ്ക്വയർ. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും? 4 + 9 + 1. സോ റൂട്ട് 14 വരും അല്ലെ. ഇനി നോം ബി കണ്ടുപിടിക്കാം. നോം ബി എന്താ വരിക? ബി എന്നുള്ള വെക്ടറോട് നോക്കുക അല്ലെ. ബി എന്നുള്ള വെക്ടറിന്റെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? ഐയുടെ കമ്പോണന്റ് എന്താ? -1 അല്ലേ. -1ന്റെ -1 അല്ലെ. ജെ കമ്പോണന്റിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 സ്ക്വയർ അല്ലെ പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 + 25 + 1. സോ ദ ആൻസർ വിൽ ബി റൂട്ട് 27 വരും അല്ലെ. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താ വരിക? എ ഡോട്ട് ബി നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. എ ഡോട്ട് ബി എന്താ? 14 ആണെന്ന് കിട്ടി. നോം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 14 ആണ്. നോം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 27 ആണ് അല്ലെ. കോസ് തീറ്റ നമുക്കറിയില്ല അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? കോസ് തീറ്റ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 14 അല്ലെ, ഈ റൂട്ട് 14ഉം റൂട്ട് 27 എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും അല്ലെ. ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവും. ഇവിടെ കോസ് തീറ്റ മാത്രമാവും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അല്ലെ, ഈ റൂട്ട് 14ഉം റൂട്ട് 27ഉം റൂട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേണമെങ്കിൽ നോക്കാം അല്ലെ. നമുക്ക് ഇപ്പോ 14 നമുക്കറിയാലോ എന്താണ്. 14 നമുക്ക് റൂട്ട് 14 ഇൻറ്റു റൂട്ട് 14 എഴുതിക്കോട്ടെ. മുകളിൽ റൂട്ട് 14 അല്ലെ. ഈ 14 നമുക്കറിയാലോ, ഏത് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് 14 ഇൻറ്റു റൂട്ട് 14 അല്ലേ 14 വരും. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യാം അല്ലെ. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താവും? നമുക്ക് റൂട്ട് 14/27 എന്നാവും അല്ലെ. രണ്ടിലും റൂട്ടുള്ള കാരണം നമ്മളത് കോമൺ ആയിട്ട് എഴുതി, ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വരും. കാരണം ഇത് മാക്സിമം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തീറ്റ എന്താ വരിക? തീറ്റ വിൽ ബി എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് റൂട്ട് 14/27 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലെ. ചിലതിൽ നമുക്ക് എക്സാക്ട് ആൻസർ റൈറ്റ് സൈഡിൽ കിട്ടുമ്പോൾ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതിയാൽ മതി.